വിഷു സദ്യയിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു രസം തയ്യാറാക്കിയാലോ? സാധാരണ നമുക്ക് വേറെ ചോറിന് കറിയൊന്നും ഇല്ലെങ്കിലും രസം മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് ചോറുണ്ണാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു രസം നമുക്ക് പച്ചമാങ്ങ വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതിയാകും. പച്ചമാങ്ങേൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇപ്പം പച്ചമാങ്ങ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതായ രസം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രസം ഉണ്ടാക്കാൻ ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ വേണം കേട്ടോ രസം ഉണ്ടാക്കി എടുക്കാൻ. നമ്മളിതിലങ്ങനെ പുളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്ത് വെക്കാം. മാങ്ങ അധികം പുളിയില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കുറച്ച് പുളിയും കൂടി എടുക്കേണ്ടി വരും. ഇത് നമ്മളിത് കുക്കറിലാണ് കേട്ടോ ഇട്ട് വേവിക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അധികം ഒരുപാട് വിസിലൊന്നും വെച്ചിട്ട് അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നില്ലേ. ഇതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്താൽ മതിയാകും. വെള്ളം ഒരുപാട് അങ്ങായി പോകണ്ട കേട്ടോ. ഇപ്പോൾ ഇത് വേവിച്ച് കഴിഞ്ഞാൽ തന്നെ കഷ്ണങ്ങളൊന്നും കാണാനൊന്നും ഉണ്ടാവില്ല. വെന്ത് അടിയുമ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 2 മാങ്ങ തന്നെ എടുത്താൽ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മാത്രം മതിയാകും കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാങ്ങ വേകുമ്പോൾ ഒന്നും കാണാനില്ല, അത്രയേ ഉള്ളൂ. ഈ മാങ്ങ വെന്ത വെള്ളം കളയൊന്നും വേണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം, അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള കല്ലുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ അമ്മിയിൽ ചെയ്തെടുത്താൽ മതിയേ. അല്ലെങ്കിൽ സാധാരണ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. പക്ഷേ ഇതുപോലുള്ള കല്ലിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുഴുവനായിട്ടുള്ള കുരുമുളക്. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ അളവ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്തിട്ടൊന്നും ചതക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പച്ച തന്നെ ഇങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഒന്ന് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ട് അതും കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ സാധാരണ മിക്സിയിലൊക്കെ പൊടിക്കുമ്പോഴെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് നല്ല മിനുസായിട്ടങ്ങ് ഫൈനായിട്ടങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലുള്ള കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുക്കണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതുപോലത്തെ കല്ലൊന്നും ഇല്ലെങ്കിൽ മിക്സി അല്ലാണ്ട് വേറെ നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ അധികം നൈസായിട്ട് പൊടിച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതുപോലുള്ള ചട്ടിയിലൊക്കെ തയ്യാറാക്കുന്നതാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടിയിൽ ഞാനിത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ചേർക്കുന്നുണ്ട്. പിന്നെ കട്ടക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടക്കായും ഇല്ലെങ്കിൽ നമ്മളെ കായപ്പൊടി ആയാലും മതി, അത് ലാസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കായം നല്ലോണം ഇതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ, നല്ലോണം ഫ്രൈ ആയിട്ട് വരണം. അപ്പോൾ 2 ഭാഗവും അപ്പുറം ഇപ്പുറമൊക്കെ ഇതാ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. ഇഞ്ചി സാധാരണ ചില ആൾക്കാർ ചേർക്കാറില്ല, പക്ഷേ ഇഞ്ചി ചേർത്തിട്ട് ഇത് രസം തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചതാണ്. അപ്പോൾ ചതച്ചിട്ട് ചേർക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ചതച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ആ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കുരുമുളകും ജീരകമൊക്കെ ഉണ്ടല്ലോ, അതും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്നവരെ വഴറ്റാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാകും. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. പുളി ചേർക്കുന്നില്ല എന്നുള്ളൂ, തക്കാളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏത് രസം ഉണ്ടാക്കുമ്പോഴും തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്യാവശ്യം പഴുത്ത നല്ല കളറിലുള്ള ഒരു ചെറിയ സൈസിലൊരു തക്കാളിയാണ് എടുത്തത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ മൂടി വെച്ചിട്ട് ഞാൻ ഇതൊന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വാടിക്കിട്ടും. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് അതിൻ്റെ ആ സത്തൊക്കെ ഒന്ന് ഇറങ്ങുമ്പോഴാണ് രസത്തിനൊരു പ്രത്യേക രുചി കിട്ടുന്നത്. അപ്പോൾ വെന്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പോൾ പൊടികളെന്ന് പറയാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്നും അളവൊന്നും കൂടി പോകണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്, അതുകൊണ്ട് നല്ലൊരു കളർ ഉണ്ടാകും. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് കുരുമുളകൊക്കെ പൊടിക്കുന്നുണ്ടല്ലോ, നമ്മൾ ചതച്ചെടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും കേട്ടോ.
അപ്പോൾ ഞാൻ അതെല്ലാം ചേർത്തത് പൊടിയാണ് ചേർത്തത്. ഇനി ഇതിൻ്റെ ഒരു പൊടീൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ നല്ലപോലെ മസാലയൊക്കെ മൂത്ത് വരണേ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതാ കണ്ടില്ലേ, ഇത് നമ്മൾ ആ ഒരു തക്കാളിയൊക്കെ ഉടഞ്ഞ് നല്ലൊരു ഇതുപോലെ ആയിട്ടുണ്ട്. ഉടഞ്ഞ് വരണം നല്ലോണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തതിന് ശേഷം നമ്മൾ വേവിച്ച വെള്ളവും ചേർത്തിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നതാണ്. അതും ചേർക്കാം. പിന്നെ ആ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടിയും ചേർത്തിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ചധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചൂടുവെള്ളം പച്ചവെള്ളം ഏതായാലും കുഴപ്പമൊന്നുമില്ല. കാരണം രസം എന്ന് പറയുന്നത് അധികം തിക്കായിട്ടുള്ളൊരു കറിയല്ലല്ലോ, നല്ല ലൂസായിട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ലൂസായിട്ട് വേണം ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം തന്നെ നമ്മൾ വെള്ളം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. രസം സാധാരണ ഒരുപാട് തിളക്കാൻ പാടില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാറുണ്ട്. നന്നായിട്ട് തിളച്ചാൽ അതിൻ്റെ ആ ഒരു സത്തൊക്കെ എല്ലാത്തിൻ്റെ സത്തങ്ങ് ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അതുപോലെ രസത്തിൽ ശർക്കര ചേർക്കുന്നവരും ഉണ്ട്. അപ്പോൾ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർക്കാം. ഒരുപാടങ്ങ് കൂടിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഒരു മധുരം ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. രസം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ള ഒരു കറിയല്ലേ. ഈ ഒരു സമയം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് കുറവാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കട്ടക്കായം ചേർത്ത് കഴിഞ്ഞാലും ഒരു പ്രത്യേക രുചിയാണ്. കട്ടക്കായം ഉണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ആദ്യം മൂപ്പിച്ചെടുക്കണേ. പിന്നെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ലാസ്റ്റോട്ട് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ നല്ലപോലെ തിളക്കുന്ന സമയത്ത് പൊടി ലാസ്റ്റോട്ട് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ട് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റോളം ഞാൻ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ രസത്തിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കാൻ. സാധാരണ രസം എന്ന് പറയുന്നത് തന്നെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കുക. അതുപോലെ മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ എന്തായാലും ഈ ഒരു വിഷുവിനെങ്കിലും സദ്യക്കൊന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ മാങ്ങയൊക്കെ സാധാരണ വീട്ടിലുണ്ടാവുമല്ലോ എന്തായാലും ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക രുചിയാണ്. ആ ഒരു പച്ചമാങ്ങേൻ്റെ പുളിയൊക്കെ വരുമ്പോൾ സാധാരണ പുളി ചേർക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിനൂടെ കുഴച്ചുന്നാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ സാധാരണ രസം എന്ന് പറയുമ്പോൾ നമ്മൾ ജലദോഷമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുടിക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ കുടിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമുക്ക്. താങ്ക്